ശ്രീ രാജു പി നായർ, എന്തുകൊണ്ട് അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിന്റെ ഫസ്റ്റ് ഫാമിലിയുടെ പക്കറ്റ് ബിറോയായ ഈ രണ്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആ മണ്ഡലം ഇത്രയും കാലം നല്ലതുപോലെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല എന്നുള്ള ഒരു ഉത്തരം സാധ്യമാണോ? ഇപ്പോൾ മുലായം സിംഗിന്റെ മെയിൻപുരിയിൽ ഡിംപിൾ യാദവ് മത്സരിക്കുന്നു. അവിടെ പോകുന്ന ഓരോ ആളുകളോടും ഡിംപിൾ യാദവിനെ നേതാജി ചെയ്തത് ഇതാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ അവരോട് പറയാൻ കാര്യങ്ങളുണ്ട്. രാഹുലിനോ പ്രിയങ്കയ്ക്കോ ഞങ്ങൾ എം പിമാരായിരുന്നപ്പോൾ ഈ മണ്ഡലത്തെ ഇങ്ങനെ മാറ്റി എന്ന് അവകാശപ്പെടാനില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ YS രാജശേഖർ റെഡ്ഡി കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹം കടപ്പയെ എങ്ങനെ മാറ്റി എന്നതുപോലെ ഗാന്ധി കുടുംബത്തിലെ ആർക്കും അവരവരുടെ മണ്ഡലത്തെ മാറ്റാനോ അതൊരു പ്രധാനപ്പെട്ട മണ്ഡലമായി VIP മണ്ഡലമാക്കി നിലനിർത്താനോ കഴിയാത്തത് കൊണ്ട് ആ ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണോ മത്സരിക്കാൻ മടിച്ചു നിൽക്കുന്നത്? അഭിലാഷ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ ചർച്ച നടത്തുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു അനുമാനത്തിലാണ്. ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടുത്തെ മത്സരത്തിലേക്ക് തീരുമാനം എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അമേഠിയിൽ നടന്ന വികസനമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിനകത്തേക്ക് അധികം ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും നാളത്തെ തീരുമാനം വരുമല്ലോ. അതിനുശേഷം അമേഠിയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളിലേക്ക് നമുക്ക് പോവാം. അതിനുമുമ്പ് ബഹുമാന്യനായ ശ്രീ അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഇവിടെ പറഞ്ഞുണ്ട്. അഭിലാഷ് ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ മലയാളം ചാനലിൽ നടക്കുന്ന ഒരു ചർച്ച കേന്ദ്രതലത്തിൽ ശ്രദ്ധിക്കപ്പെടുമോ എന്ന് അങ്ങ് ഉന്നയിച്ച വാദം CPM-നെ സംബന്ധിച്ചോളം പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം കേരളത്തിലല്ല, ഇനി എവിടെ പറഞ്ഞാലും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കേരളത്തിലിരുന്ന് എന്തും പറയാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന് ഇന്ത്യ മുന്നണിയിൽ എന്താ പറയുക ഒരു ഒരു ഇതില്ലെന്ന് പറയും, വിശ്വാസതയില്ല, എന്തോ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ ഓർക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന ഏകദേശം 300-നടുത്ത് സീറ്റുകളാണ്. 150-നടുത്ത് സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വേണ്ടി, ഇന്ത്യ മുന്നണിയിലെ ആളുകൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ഇനി അതുമാത്രമല്ല, രാജസ്ഥാനിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 സീറ്റാണ് CPM മത്സരിച്ചത്, 2ഉം തോറ്റു. അവിടെ ഒരു ലോക്സഭാ സീറ്റ് കൊടുത്തിരിക്കുകയാണ് CPM-ന്. അനിൽകുമാറിൻ്റെ അഭിപ്രായം രാജസ്ഥാനിൽ ചെന്നാൽ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ സീതാറാം യെച്ചൂരിക്ക് അല്പം മുന്നേ പുറയിലോട്ട് വെക്കാൻ 2020-ൽ രാജ്യസഭയിലേക്ക് വരാൻ വേണ്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അന്ന് CPM ആണ് അത് വേണ്ട എന്ന് പറഞ്ഞത്. പിന്നെ BJP എതിർക്കുന്നത് ആരാ? ഈ AKG സെന്ററിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കിഴക്കോട്ട് നോക്കിയിട്ട് ഫാസിസം വന്നോ ഇല്ലേന്ന് ഇപ്പോഴും നോക്കുന്ന പ്രകാശ് കാരാട്ടും പിണറായിസ്റ്റുകളുമാണോ BJP എതിർക്കുന്നത്? BJPക്കെതിരെ RSSനെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടം ഈ രാജ്യത്തൊരു പദയാത്രയെ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ അതിനെതിരെ മറ്റേ EMS ശങ്കുരപ്പൻ തമ്പിയുടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ പോലും ബാനർ എഴുതി വെച്ച CPM ആണ്. ഇപ്പോഴും ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റി പോലും വരാതെ ഒരു തൽക്കം കിട്ടിയാൽ ഒന്ന് BJPയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുന്ന EP ജയരാജന്റെയും പിണറായിസ്റ്റുകളുടെയും പാർട്ടിയുടെ അഭിപ്രായം തൽക്കാലം ഇന്ത്യ മുന്നണിയിൽ വേണ്ട. സീതാറാം യെച്ചൂരി അതിന് അഭിപ്രായം പറയുന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളെ വിമർശിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന തീവ്ര വലതു പാർട്ടിയായ കേരളത്തിലെ പിണറായിസ്റ്റുകൾ അതിൽ കയറി അഭിപ്രായം പറയണ്ട. നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു 26-ാം തീയതി. ഇനി ഇന്ത്യ മഹാരാജ്യത്ത് എവിടെയും CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്നില്ല. ഇനി തുടർന്നോളൂ. അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം CPM-നെ വിമർശിക്കാതിരുന്നത്. പക്ഷെ CPM ആ മാന്യത കാണിച്ചില്ലെങ്കിൽ ഞാനത് കാണിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു പക്ഷേ തെറ്റാവും. കാരണം കേൾക്കുന്ന മറുപടി ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്നെ പോകേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞാണ്. എനിക്കറിയാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ള. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് EP ജയരാജനും പിണറായിയൊക്കെ എടുത്ത നിലപാട് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് BJPയുടെ NDAയുടെ ഘടകകക്ഷിയെ ഒക്കെ തിരുത്തിക്കൊണ്ട് പിണറായി വിജയനും പിണറായിസ്റ്റുകളും കോൺഗ്രസിനെ മതേതരത്വവും BJPക്കെതിരെയുള്ള പോരാട്ടവും പഠിപ്പിക്കാൻ വരണ്ട എന്ന് അനിൽകുമാറിന് ഞാൻ വിനയത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ പിണറായി വിജയനെ ചെന്ന് കണ്ടിട്ട് ആ പ്രജ്വൽ രേവണ്ണയുടെ പാർട്ടിയെ, അവരുടെ 2 MLA-മാരെ ഒന്ന് പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുക. ഒരു പക്ഷേ BJPക്കെതിരെ സംസാരിക്കുന്നതുകൊണ്ട് അനിൽകുമാർ പാർട്ടിയിൽ നിന്ന് പുറത്താവാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ അങ്ങനെ ഓർപ്പിക്കട്ടെ. പിന്നെ തെരഞ്ഞെടുപ്പ് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് ഒരു ആശയത്തിന്റെ പേരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് ആശയ പോരാട്ടമായിട്ട് മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ ഈ നീതിപൂർവകമായി വിതരണം ചെയ്യണം എന്നുള്ള മുദ്രാവാക്യമാണ്. ആ നീതിപൂർവകമായി വിതരണം ചെയ്യണം എന്നുള്ള മുദ്രാവാക്യം
ജനങ്ങൾ ഏറ്റെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പോയിരിക്കുകയാണ്. ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ BJP കാലിടറുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് നരേന്ദ്രമോദി എഴുതിയ കത്ത്. ആ കത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയ ഭീതി തുറന്നു കാണിക്കുന്നുണ്ട്. ആ പരാജയ ഭീതിയിൽ നിന്ന് ഉടലെടുക്കുന്ന വർഗീയ പരാമർശങ്ങൾ, ആ വർഗീയ പരാമർശങ്ങൾക്കെതിരെ ഇന്ന് ഈ രാജ്യം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 2 ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നു, ഇപ്പം പറയുന്നില്ലല്ലോ, ഇപ്പം കഴിഞ്ഞ എത്രയോ ദിവസത്തെ പ്രസംഗങ്ങൾ നരേന്ദ്രമോദി ഒന്ന് കേട്ടു നോക്കാം അഭിലാഷേ. 400 എന്നുള്ള എണ്ണം ഇപ്പം പറയുന്നില്ല. ഇവർ 400 കഴിഞ്ഞു. 200 കടക്കുമോ എന്ന് അറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ആ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും എന്നുള്ള മുദ്രാവാക്യം ഈ രാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിൽ അലയടിക്കും. അവിടെ BJPയുടെ ശക്തമായ കോട്ടകൾ പോലും തകർന്നു വീഴാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ടാണ് ഗുജറാത്തിലൊക്കെ പോയിട്ട് വീണ്ടും അദ്ദേഹത്തിന് പാകിസ്ഥാൻ എന്തോ, എന്താ പാകിസ്ഥാൻ ഈ തെരഞ്ഞെടുപ്പിലെ പ്രാധാന്യം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ആക്രമണം ഉണ്ടാക്കിയെടുത്തുകൊണ്ട്, ഞാൻ മനഃപൂർവ്വം പറയുന്നു, പുൽവാമ എന്നൊരു ആക്രമണം ഗൂഢാലോചനയോടെ നടപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുക. ആ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യത്തിൽ ഇവർ പറയുന്ന രാഷ്ട്രീയം ഒന്നുമല്ല ഉത്തർപ്രദേശിലെ. അവിടെ അമേഠിയിലും റായ്ബറേലിയും ഉൾപ്പെടെ ഒരു സ്ഥലത്തും കോൺഗ്രസിനെ സംബന്ധിച്ച് ഭയക്കേണ്ട ഒരു സാഹചര്യവുമില്ല. ഒരു ഭയത്തിന്റെ പേരിൽ പിന്മാറുന്ന പാർട്ടിയുമല്ല കോൺഗ്രസ്. ശക്തമായ പോരാട്ടം തന്നെ ഈ രാജ്യത്തെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളും മത്സരിക്കുന്ന മുഴുവൻ സീറ്റുകളിലും, അത് രാജസ്ഥാനിൽ CPM മത്സരിക്കുന്ന സീറ്റിൽ ഉൾപ്പെടെ ഏറ്റവും ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും. ഇന്ത്യ മുന്നണി നടത്തുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ഓക്കെ, ആവട്ടെ.